ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ തിയറിയാണ് പറഞ്ഞത്. അതിന്റെ തിയറി ശരിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫർ പാക്കേജ് ഉപയോഗിച്ചത്. അത് ബേസിക്കലി അത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് വിത്ത് എ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ദർ ഇസ് നോ ചേഞ്ച്, ദർ ഇസ് നോ ഡിഫറൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചൊരു നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. എന്നിട്ട് ആ നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി മീൻ ഓർ ടി ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകിൽ നമ്മൾ ഇറ്റ് ഈസ് അവൈലബിൾ തിയററ്റിക്കലി. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി അനുസരിച്ച് അവർ കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ ഇൻഫർ പാക്കേജിൽ ചെയ്ത പോലെ ബൂട്ട് സ്ട്രാപ്പിംഗ് വെച്ച് സിമുലേഷൻ വെച്ച് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഏകദേശം ഒരു എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ഡാറ്റയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഡിസ്ട്രിബ്യൂഷനകത്ത് അത് വരുമോ, നൾ ഡിസ്ട്രിബ്യൂഷനകത്ത് അത് പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ദാറ്റ് ഈസ് എ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ പെടാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണെങ്കിൽ നമ്മൾ വി സേ ദാറ്റ് വി ആർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്. അല്ലാന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്. സാധാരണ അക്സെപ്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറയാറില്ല, കാരണം നൾ ഹൈപ്പോത്തസിസ് മേ ബി ലേറ്റർ റിജക്റ്റഡ്. വേറൊരു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഡാറ്റ വരുമ്പോഴോ ചിലപ്പോൾ നമുക്കത് റിവൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും റിജക്റ്റ് ഓർ നോട്ട് റിജക്റ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഒരു പ്യൂറിസ്റ്റിക് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് ശരി. അക്സെപ്റ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് സാധാരണ പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിസ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടത്, നമ്മൾ ഈ ഇൻഫർ പാക്കേജിൽ നമ്മൾ കണ്ടത് ഒരു ക്യുമുലേറ്റീവ് എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാക്കേജാണത്. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അതേ ടെസ്റ്റുകളൊക്കെ തന്നെയാണ്, പക്ഷേ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വൺ ലൈൻ ടെസ്റ്റ് പ്രോഗ്രാമിംഗ് കൊണ്ട് ഈ സെയിം ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ബേസ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം, ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ ബേസ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഉപയോഗിച്ചു. ബേസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഇൻഹറൻ്റ് ആയിട്ട് അത് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഫങ്ഷൻസ് ആണ്. അല്ലാതെ ഇപ്പോൾ ടൈഡിവേഴ്സോ ഒക്കെ പോലെ നമ്മൾ വേറെ പാക്കേജ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഇതിലെല്ലാം ഇത് തന്നെ അടങ്ങിയിട്ടുണ്ട്. ആറ് ബേസിക്കലി അത് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന് വേണ്ടിയുള്ള ഒരു പാക്കേജ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഇത്തവണ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കണ്ട ടി ടെസ്റ്റുകൾ നോക്കാം. ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അതിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ന്യൂമറിക്കൽ വേരിയബിൾ, ന്യൂമറിക്കലി മെഷേർഡ് ആയിട്ടുള്ള വേരിയബിൾ, അത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാഴ്സ് 93, ഇത് ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ചിലർ കണ്ടു കാണും, അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. മാസ് എന്ന് പറയുന്ന പാക്കേജിനകത്ത് കാഴ്സ് 93 എന്ന് പറഞ്ഞ ഒരു ഇൻബിൽറ്റ് ഡാറ്റയാണ്, നമുക്ക് വേറെ ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, ആറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ കാഴ്സ് 93 പാക്കേജ് ഈക്വസ് മാസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ പാക്കേജ് നമുക്ക് അവൈലബിൾ ആവും. ഈ മാസ് എന്നുള്ളത് നമ്മൾ കോഡ്സിലിടണം. ദാറ്റ് ഈസ് ഓൺലി തിങ് യു ഹാവ് ടു റിമെമ്പർ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാനായിട്ട് str cas93 എന്ന് പറയുമ്പോൾ അതിലുള്ള എത്രയൊക്കെ വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ഇത് 93 കാറുകൾ, ടൈപ്സ് ഓഫ് കാർസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റയാണ്. 27 വേരിയബിൾ ഉണ്ട്. അതിൽ മാനുഫാക്ചറർ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. മോഡല്, ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണോ സ്മോൾ ആണോ വാൻ ആണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള. പിന്നെ മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസ്, അതൊന്നും വേണ്ട. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒന്ന് മൈൽസ് പെർ ഗാലൻ, MPG സിറ്റി, MPG ഹൈവേ. അപ്പോൾ അത് അമേരിക്കൻ ഡാറ്റ ആയതുകൊണ്ട് അവർ മൈൽസും ഗാലനും ഒക്കെയാണ് കണക്കാക്കുന്നത്. സോ ഇറ്റ് ഇസ് മൈൽസ് പെർ ഗാലൻ. നമ്മൾ സാധാരണ മൈലേജ് എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. പിന്നെ എയർ ബാഗ്സ് ഉണ്ടോ, എത്ര എണ്ണം ഉണ്ട്. ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വീലാണോ ബാക്ക് വീലാണോ, 4 വീൽ ഡ്രൈവ്, അങ്ങനെ 3 ടൈപ്സ്.
സിലിണ്ടേഴ്സ് എത്ര സിലിണ്ടർ ഉള്ള എഞ്ചിനാണ്, എഞ്ചിൻ സൈസ്, ഹോഴ്സ് പവർ, അങ്ങനെ കുറേ വേരിയബിൾസ് ഉണ്ട്. ഇതെല്ലാമാണ് ഇതിപ്പോൾ കാറുകളെ കുറിച്ചുള്ള ഒരു ഡാറ്റയാണ്. അത്രയേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും അറിയാനില്ല. നമുക്ക് വേണേൽ ആദ്യം തന്നെ അതിൻ്റെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേരിയബിൾ MPG സിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കാം, സമ്മറി എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച്. അപ്പോൾ അതിൽ മിനിമം മാക്സിമം മൈലേജ് 15 മൈൽസ് കിട്ടുന്നതുകൊണ്ട് 46 മൈൽസ് കിട്ടുന്നതും ഉണ്ട് ഇതിനിടയിൽ. മീഡിയൻ ഇസ് 21 ആൻഡ് മീൻ ഇസ് 22.37. സോ ഇറ്റ് ഈസ് നോട്ട് എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരേ ഇതിൽ വരേണ്ടതാണ്. ഈ MPG ഹൈവേയുടെ നമുക്ക് നോക്കാം, അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ബിക്കോസ് ഹൈവേയിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. സോ ദ മീഡിയൻ ഇസ് 28, മീൻ ഇസ് 29, ഫസ്റ്റ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ, അങ്ങനെ. ഇതിൽ വേണമെങ്കിൽ വി ക്യാൻ ഓൾസോ ഡു ദ ഹിസ്റ്റോഗ്രാംസ്. അല്ല, ഹിസ്റ്റോഗ്രാം അല്ല, ബോക്സ് പ്ലോട്ട് ചെയ്യാം. ഹിസ്റ്റോഗ്രാംസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒറ്റ ഇതിൽ ആക്കാനായിട്ടുള്ള. അപ്പോൾ ഇത് രണ്ട് ഹിസ്റ്റോഗ്രാം നമുക്ക് കാണാൻ പറ്റും. ആസ് യു നോ, ദിസ് ഇസ് നോട്ട് എ സിമെട്രിക്കൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കുറേ അധികം കാറുകൾ ലോ മൈലേജിലുണ്ട്. ഹൈയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഹൈവേയിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്നുണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ഈ നമ്മുടെ കമാൻഡിൻ്റെ ഒരു ഇതാണ്, അത് യു ക്യാൻ റിമെമ്പർ. നമ്മൾ ഈ ബേസ് ആറിലാവുമ്പോൾ ഇപ്പോൾ MPG സിറ്റി എന്ന് പറഞ്ഞ വേരിയബിൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഡാറ്റാബേസ് കാസ് 93, ഡാറ്റ ഫ്രെയിമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് ആയതുകൊണ്ട് അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് കാസ് $93 അങ്ങനെ സ്പെസിഫൈ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എറർ മെസ്സേജ് വരും. പിന്നെ അതുപോലെ ഈ രണ്ട് പടം ഒരേ ഇതിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമാൻഡ് ലൈൻ ഉള്ളത്. MF row 2 1 എന്ന് പറഞ്ഞാൽ രണ്ട് റോയും ഒരു കോളവും എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെ ഒന്നായിട്ട്. തിരിച്ച് 1 2 എന്നാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. 1 2 എന്നാക്കി നോക്കിയാൽ അത് തിരിച്ച് വരും, അതായത് സൈഡ് ബൈ സൈഡ് ആയിട്ട് വരും. ഇങ്ങനെയും എടുക്കാം. നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടതെന്നനുസരിച്ച് ഈ MF row എന്നുള്ള കമാൻഡ് മാറ്റിയാൽ മതി. അപ്പോൾ അതിൽ എത്ര പടം വരുന്നോ അത്രയും നമ്മൾ കൊടുക്കണം. ഇതിലിപ്പോൾ രണ്ട് പടം ഉള്ളതുകൊണ്ട് 1x2 എന്ന് പറയുന്നു. 2x2 ആണെങ്കിൽ 4 പടം, അപ്പോൾ 4 കമാൻഡ് ലൈൻസ് വേണ്ടി വരും. അങ്ങനെ പിന്നെ അത് തന്നെ ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് നമ്മുടെ US കാറും US അല്ലാത്ത കാറും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇറ്റ്സ് അനദർ തിങ്, ഡിസ്ക്രിപ്റ്റീവ് സിമ്പിൾ കമാൻഡാണ് ബോക്സ് പ്ലോട്ട്. ഇതിൽ ഈ ടിൽഡേ ഉപയോഗിക്കണം. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പിംഗ് വേരിയബിൾ രണ്ടാമതാണ് വരുന്നത്, അതിന് ദറ്റ് വിൽ ബി സെപ്പറേറ്റഡ് ബൈ ദിസ് ടിൽഡേ സൈൻ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ US, അപ്പോൾ ആസ് യു ക്യാൻ സി നോൺ USA കാർസ് ഹാവ് എ ബെറ്റർ മൈലേജ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കാണണമെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ എന്നുള്ള ഒരു കമാൻഡ് കൂടി ഉപയോഗിക്കാം. ഹൊറിസോണ്ടൽ ഈക്വൽസ് ട്രൂ. അപ്പോൾ ഏകദേശം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോൺ USA is higher than the USA mileage. ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ സപ്പോസ് നൗ വി വാണ്ട് ടു ടെസ്റ്റ് വെദർ ദിസ് മൈലേജ് വേരിയബിൾ ഇസ് സം വാല്യൂ. സപ്പോസ് വി വാണ്ട് ടു നോ വെദർ ഇറ്റ് ഇസ് 25. അപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ മീൻ ഒരു ബൈ ചാൻസ് കിട്ടിയതാണെങ്കിൽ, സപ്പോസ് ഈ ഒരു സാമ്പിളിലല്ല, പോപ്പുലേഷനിൽ 25 മൈൽസ് പെർ ഗാലൻ കിട്ടേണ്ടതാണ് നമ്മുടെ സാമ്പിളിൽ. അപ്പോൾ നമ്മുടെ സാമ്പിളിൽ കിട്ടിയത് അതുമായിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ വി ക്യാൻ ഡു 1 സാമ്പിൾ ടി ടെസ്റ്റ്. അത് നമ്മൾ നേരത്തെ ഇതിൽ കാണിച്ചതാണ് ടി ടെസ്റ്റ്. സോ അതിന് പക്ഷേ വി ഡോണ്ട് നീഡ് ടു ജനറേറ്റ്, നമ്മുടെ ഇൻഫറിൽ ചെയ്ത പോലെ അതിൻ്റെ ഒരു നൾ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തതാണ്. സോ വി ക്യാൻ ജസ്റ്റ് ടൈപ്പ് t.test കാസ്റ്റ് 93.mpg city mu equals 25 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ mu 25 മീൻ 25 മൈൽസ് പെർ ഗാലൻ കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ്. സോ ഇറ്റ് ഗീവ്സ് യു ദ 1 സാമ്പിൾ ടി ടെസ്റ്റ്. ടി വാല്യൂ ഉണ്ട്. ദിസ് ഇസ് അവർ എസ്റ്റിമേറ്റഡ് ടി സ്റ്റാറ്റിസ്റ്റിക്. ഡിഗ്രി ഓഫ് ഫ്രീഡം 92, പി വാല്യൂ 1. ഇത് ഇറ്റ് ഈസ് ലെസ് ദാൻ
0.05. അപ്പോൾ അതുകൊണ്ട് it is significant. So we will reject the null hypothesis. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്ന് പറയുന്നത് probability of observing this t value if the null hypothesis is true is as low as this എന്നാണ് ഇതിന്റെ ശരിക്കും നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ അത്ര ചെറുതായതുകൊണ്ട് then we will reject the null hypothesis and say that the true the sample has a mean which is different from 25 miles per gallon. So that is the alternative hypothesis. True mean is not equal to 25. അപ്പോൾ അതിൽ വേറൊരു തരത്തിലും അത് ചെയ്യാൻ പറ്റും. We can construct a 95% confidence interval on the mean which we are calculating. So it is 21.2 to 23.5. The mean of x is 22.36. So we are saying that the true mean of mileage will be between 21 and 21.2 and 23.5. And we can say that with 95% confidence. That's our statement in the artham. So basically all statistical inference is like this. Either what we call, the first part is what we call the hypothesis testing. And the second part is called the interval estimation. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പണ്ടൊക്കെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വാസ് സപ്പോസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് പി വാല്യൂ, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ റിസർച്ച് ചെയ്തൊരു പേപ്പേഴ്സിലൊക്കെ പി വാല്യൂവിന് അമിതമായ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. പക്ഷേ പി വാല്യൂവിന് അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ല എന്നാണ് ഇപ്പോഴത്തെ വ്യൂ. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പി വാല്യൂ 0.05 എന്നുള്ളത് ഒരു കൺവെൻഷൻ ആണെന്നേ ഉള്ളൂ. അത് പണ്ടത്തെ ആളുകൾ, എസ്പെഷ്യലി റൊണാൾഡ് ഫിഷർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് മിക്കവാറും ഇങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് 1 in 20 ചാൻസ് എന്നുള്ളതാണ് 0.05, 1 out of 20. അപ്പോൾ അത് ഒരു അങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് വ്യത്യാസപ്പെടുത്തി പി വാല്യൂ 0.05 പകരം 0.01 വാട്ട് എവർ ഇസ് ദ ലെവൽ, ആൽഫ ലെവൽ മാറ്റിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ പക്ഷേ പല ജേർണൽസും ദേ ഇൻസിസ്റ്റ് ഓൺ കോൺഫിഡൻസ് ഇൻ്റർവെൽസ്. സോ ദേ ഡോണ്ട് വാല്യൂ പി വാല്യൂ വെരി മച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്, പി വാല്യൂ അമിത പ്രാധാന്യം കൊടുക്കരുതെന്നുള്ള രീതിയിൽ. സോ ദിസ് ഇസ് ദ so we have done a one sample t test and a 2 sample t test comparing. First is we have just looking at ഇതാണ് നമ്മളിപ്പോൾ നോക്കിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് we can do a 2 sample t test. This is a 1 sample t test that we have just described. 2 sample t test we have to put this formula based code, അതായത് MPGCT tilde origin data cas93 അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ origin എന്ന് പറയുന്നത് US or non US എന്നുള്ളതാണ്. അപ്പോൾ we get a 2 sample t test. So group mean of USA is 20.9 and non-USA is 23.8. So definitely non-US cars have a higher mileage and it is significant. And it will calculate a 95% confidence intervals on the difference between the means. Minus 0.5 to minus 0.6, minus 5.2 to minus 0.6. So it is both on one side of zero, which means it is significant. But 95% confidence interval, whether it covers the null value എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഡിഫറൻസ് ആകുമ്പോൾ the null value 0. 1 minus a minus b 0 എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് അർത്ഥം. നേരെ മറിച്ച് വേറെ ചില മെഷേഴ്സിൽ which are called ratio measures, അപ്പോൾ a by b ആണ് നമ്മൾ നോക്കുന്നത്. a by b ആകുമ്പോൾ the null value will be 1. ഇപ്പോൾ odds ratio റിസ്ക് റേഷ്യോയിലൊക്കെ നമുക്ക് later we will discuss about that. അപ്പോൾ അതിൽ 1 ആയിട്ട് വരും. ഇതിൽ പക്ഷേ ഡിഫറൻസ് നോക്കുമ്പോൾ എപ്പോഴും 0 ആണ് null value. So this is the 2 sample t test or 2 independent samples. ഇതിപ്പോൾ US origin cars and non-US origin cars രണ്ട് ഗ്രൂപ്പ്സ് ആണ്. they are independent groups. അപ്പോൾ അതിനാണ് 2 independent samples or 2 sample t test എന്ന് പറയുന്നത്. So they are doing the Welch 2 sample t test. ഇതാണ് ഇതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഇതിനകത്തുള്ളത്.
പിന്നെ മൂന്നാമതൊരു ടി ടെസ്റ്റും കൂടെ ഉണ്ട്. പെയർ ഇറ്റ് ഇസ് കോൾഡ് എ പെയർഡ് ടി ടെസ്റ്റ്. പെയർ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സാമ്പിളിൽ തന്നെ രണ്ട് മെഷർമെൻറ്റ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ്. ഇപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്നത് സിറ്റി മൈലേജും ഹൈവേ മൈലേജും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള നൾ ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ അതിനുള്ളതെന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നീഡ് ടു യൂസ് ദ ടിൽഡേ. MPG വൺ വേരിയബിൾ കോമ നെക്സ്റ്റ് വേരിയബിൾ പെയർഡ് ഈക്വൽസ് ട്രൂ എന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. സോ പെയർഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് കാണും. ഇത് ഇസ് കോൾഡ് അൺപെയർഡ്. നേരത്തെ ചെയ്യുന്നത് നമ്മൾ അൺപെയർഡ് അല്ലെങ്കിൽ ടു സാമ്പിൾ എന്ന് വിളിക്കും. ഇതിന് പെയർഡ് ടി ടെസ്റ്റ് ഓർ റിലേറ്റഡ് ടു റിലേറ്റഡ് സാമ്പിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഗെറ്റ് ദി റിസൾട്ട് ലൈക്ക് ദിസ് പെയർഡ് ടി ടെസ്റ്റ്. ഈ രണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ടൈം റിലേറ്റഡ് വേരിയബിൾസിനാണ്. ഇപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഹൈറ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ്റെ ഈ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ ഹൈറ്റ്, അങ്ങനെ ഒരേ സാമ്പിളിൽ റിപ്പീറ്റഡ് മെഷേഴ്സിനാണ് പെയർഡ് ചെയ്യാറ്. അല്ലാതെ ഇതുപോലെയും ചെയ്യാം. അതായത് രണ്ട് മെഷർമെൻറ്റ്സ് തമ്മിൽ റിലേറ്റഡ് ഒരേ സാമ്പിളിൽ, ഇപ്പോൾ സിറ്റി മൈലേജ് ആൻഡ് ഹൈവേ മൈലേജ് അത് റിലേറ്റഡ് സാമ്പിൾസ് ആണ്. സോ അതിനും യു ക്യാൻ യൂസ് ദ പെയർഡ് ടി ടെസ്റ്റ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് actually it is here also it is significant, which shows that of course the highway mileage is higher than the city mileage. So this is the sample and this is a 95% confidence interval of the difference, and the mean of the difference is minus 6.7. So this is how we do the t-test, which is one of the most commonly used tests in statistics. So before I go to the ANOVA, ഈ ടെസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? Okay, I assume that people have understood. Probably you know all this. Many of you might have already been exposed to all this. So next level is what is called a one-way ANOVA, analysis of variance. ANOVA എന്ന് പറയുന്നത് ടി ടെസ്റ്റിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതായത് നമ്മൾ സാധാരണ ടി ടെസ്റ്റ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ് കമ്പയർ ചെയ്യാനാണ്. പക്ഷെ മൂന്നോ അതിലധികമോ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ we have to do what is known as ANOVA. So it's an extension of the t-test, or you can say t-test is a special case of the ANOVA where there are only two groups. So അപ്പോൾ അനോവയ്ക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. സപ്പോസ് യു ഹാവ് ത്രീ ഗ്രൂപ്പ്സ് എ ബി ആൻഡ് സി. അപ്പോൾ എ ബി സി തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മറ്റ് രണ്ടതിനേക്കാളും വ്യത്യസ്തമായിരുന്നാൽ മാത്രം ആയിരുന്നാലും we have to reject the null hypothesis. അപ്പോൾ ഒരു ഓവറോൾ നൾ ഹൈപ്പോത്തസിസ് നോക്കിയിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ then we have to test which one is different from which. ഇപ്പോൾ എ ബി സി എന്ന് എടുത്തു കഴിഞ്ഞാൽ it can be A is different from B, B is different from C, or C is different from A, or one of these may be different, all three may be different. അങ്ങനെ പല കോമ്പിനേഷനിൽ വരാം. അപ്പോൾ അത് തമ്മിൽ പിന്നീട് നമ്മൾ ഒന്നുകൂടെ കമ്പയർ ചെയ്യണം. So that is called group comparisons or pairwise comparisons. പക്ഷേ പെയർ വൈസ് കമ്പാരിസണിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലം, ഒരു തിയററ്റിക്കൽ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മൾ ഈ പെയർ വൈസ് കമ്പാരിസൺ ഇപ്പോൾ ഒരു 3 ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് 3 കമ്പാരിസൺ നടത്തണം. 3 കൂടുതൽ ഗ്രൂപ്പ്സ് ആകുമ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ വരും. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ഇങ്ങനെ നടത്തുമ്പോൾ ബൈ ചാൻസ് തന്നെ ചിലതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. സോ അതാണ് ഈ അനോവയിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. സോ ഫസ്റ്റ് തിങ് വി ഡു ഈസ് ലുക്ക് അറ്റ് ദ ഗ്രൂപ്പ്സ് ആൻഡ് ദ ഗ്രൂപ്പ് മീൻസ്. അപ്പോൾ അതിന് ഇപ്പോൾ വൺ തിങ് വി ക്യാൻ ഡു ഈസ്, ഇപ്പോൾ ഇതിൽ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഗ്രൂപ്പിംഗ് വേരിയബിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് കാർ ഇറ്റ് ഈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടാപ്ലൈ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കും, ടി അപ്ലൈ ഓർ ടാപ്ലൈ. സോ ഇറ്റ് ഗീവ്സ് യു ദ മീൻ ബൈ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ടാപ്ലൈ കമാൻഡിൻ്റെ ആദ്യം നമ്മൾ MPG city, which is the variable you want to group. That is the first argument. Second argument is what is the grouping variable, and third argument is what is the function you want to calculate. അപ്പോൾ മൂന്നും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇപ്പോൾ ഇതിലിപ്പോൾ 1 2 3 4 6
groups under compact, large, mid-size, small, sporty vans, all types of cars. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ മീൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ as you can see, mean mileage ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ as you can see, there's a wide variation. പക്ഷേ we want to know whether it's all different or which is what is different from what, etc. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ഒരു ബോക്സ് പ്ലോട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. So when you do the box plot, you get something like this. ഇതിൽ ഏതാണ് ഇതിൻ്റെ ഇടയിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. I think it is mid-size, ഏതോ ഒരെണ്ണമാണ് വളരെ ഹൈ മൈലേജ് ഉള്ള ഒരു maybe it's a small car or whatever. So you get an idea that's all different, but some of them are close together also. So you want to know which is different from which. അതറിയാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ഓവറോൾ null hypothesis ടെസ്റ്റ് ചെയ്യും. That is what that overall null hypothesis is that all the means are the same. They are not different from each other. അപ്പോൾ അതിന് വൺ വേ ടെസ്റ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. അഗെയിൻ യു ഹാവ് ടു യൂസ് ദ tilde, like ടി ടെസ്റ്റിന് ചെയ്ത പോലെ ഗ്രൂപ്പിംഗ് വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യു യൂസ് ദിസ് സ്ക്വിഗിൾ ലൈക്ക് സൈൻ വിച്ച് ഇസ് കോൾഡ് ദ tilde. അപ്പോൾ നമുക്കൊരു ഓവറോൾ എഫ് ടെസ്റ്റ് കിട്ടും. ടി ടെസ്റ്റ് അല്ല, ഇവിടെ എഫ് ആണ്. നമ്മൾ ഇൻഫറിലും നമ്മളത് പഠിച്ചായിരുന്നു, എഫ് ടെസ്റ്റ് ആൻഡ് ഹൗ ടു ജനറേറ്റ് ദ എഫ് ഡിസ്ട്രിബ്യൂഷൻ. കഴിഞ്ഞ തവണത്തെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൽ എഫ് വാല്യൂസ് 28.5, അതിൻ്റെ പി വാല്യൂ ഇസ് വെരി സ്മോൾ, സോ വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഓൾ ഡിഫറെൻറ്റ്. സോ ഇതൊരു ഓവറോൾ ഇതാണ്. പക്ഷേ ഏത് തമ്മിലാണ് ഡിഫറൻസ് എന്നറിയാൻ നമ്മൾ we have to do pairwise t test. Pairwise t testന് ഉള്ള കമാൻഡാണ് pairwise.t.test, cas93 mpg city cas93 type. So the typing grouping variable is given next. പക്ഷേ ഇതിൽ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ tilde ഇല്ല, ഈ കമാൻഡിന് tilde വേണ്ട. So that is, I don't know why it is like that, but that is the way it is. So അവിടെ tilde കൊടുത്താൽ എറർ മെസ്സേജ് കിട്ടും. So you can just do a pairwise t test. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പി വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഓരോന്നിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പി വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ലാർജും കോമ്പാക്റ്റും തമ്മിൽ 0.02, വിച്ച് മീൻസ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് മൈലേജ്. പക്ഷേ കോമ്പാക്റ്റും മിഡ് സൈസും തമ്മിൽ 0.06 ആണ്. അപ്പോൾ വിച്ച് നോട്ട് ബിലോ 0.05, സോ ഇറ്റ് ഇസ് നോട്ട് ഡിഫറെൻറ്റ്. പിന്നെ കോമ്പാക്റ്റും സ്മോളും തമ്മിൽ നല്ല I don't know whether it's different or not. You have to look at, I think it is different. Sporting compact തമ്മിൽ വ്യത്യാസമില്ല. P value is as big as 1 and van and compact is really different. അതുപോലെ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. These are all P values. So തമ്മിലുള്ള കമ്പാരിസണിൻ്റെ P values ആണ് ഈ കാണിച്ചിരിക്കുന്നത്. And the comparison method they have used is called home. പക്ഷേ പല ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ പല ജേർണലിലും ഒക്കെ അവർ ദേ എക്സ്പെക്ട് വാട്ട് ഇസ് നോൺ ആസ് എ ബോൺഫെറോണിയസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതാണ് ക്ലാസിക്കൽ മെത്തേഡ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പി വാല്യൂസ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതേ കമാൻഡ് ഉപയോഗിച്ച് കിട്ടും. ഓൺലി ഹാവ് ടു ആഡ് വൺ മോർ ആർഗ്യുമെൻറ്റ്, പി ഡോട്ട് അഡ്ജസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽസ് ബോൺഫെറോണി വിതിൻ കോഡ്സ്. ബോൺഫെറോണിയുടെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, 2 R ഉണ്ട്. സോ ഇഫ് യു ഡു ദാറ്റ് യു ഗെറ്റ് ദ ബോൺഫെറോണി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും നേരത്തെ കിട്ടിയെന്ന്. Because Bonferroni is, they say, is supposed to be more conservative. More conservative എന്ന് പറയുമ്പോൾ നമുക്ക് Bonferroni ഉപയോഗിച്ചാൽ സിഗ്നിഫിക്കൻസ് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഹോംസ് മറ്റേ മെത്തേഡ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ തിയറിയാണ്, എനിക്ക് വലിയ പിടിയില്ല. സോ ഇത് പക്ഷേ ഇത് ഐ തിങ്ക് ദിസ് തെറ്റാണ് ഈ സ്ക്രിപ്റ്റ്. ഐ തിങ്ക് ടി ടെസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ 2 വരി ഡിലീറ്റ് ചെയ്ത് കളയാം, അതിവിടെ വരേണ്ടതല്ല. സംഭവം അതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. സോ നൗ വി നോ ഹൗ ടു ഡു വൺ വേ അനോവ ആൻഡ് pairwise comparisons. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ സോ ഫാർ?
പിന്നെ another common situation is one sample test, one proportion, one sample in one proportion test. That is ഒരു പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ഒരു ഹൈപ്പോത്തസൈസ് പ്രൊപ്പോർഷൻ, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അത് ഡിഫറെൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് this is like a binomial distribution നമ്മൾ പഠിച്ചതുപോലെ, പക്ഷെ this is called a binomial test. Suppose നമ്മുടെ US കാറും നോൺ US കാറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ USA സെല്ല് ചെയ്യുന്ന കാർസിൽ പകുതിയും ഫോറിൻ കാർസ് ആണെന്നാണ് നമ്മുടെ വിചാരം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സാമ്പിളിൽ കിട്ടിയത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നോക്കാൻ ടേബിൾ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. 48ഉം 45 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നമുക്ക് കൃത്യം 50-50 ആണോ അതോ ഡിഫറെൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ദിസ് ഇസ് ജസ്റ്റ് binom.test. ഇതിൽ ഈ രണ്ട് നമ്പർ കൊടുക്കണം, 48, 45, p equals 0.05. അതായത് this is our null hypothesis. Proportion is 50% എന്നുള്ളതാണ് നമ്മുടെ null hypothesis. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ it will do the binomial test. Exact binomial test എന്നാണ് ഇതിന് പറയുന്നത്. So probability is 0.5, which means p value is 0.5. So it is not different from our null hypothesis of 50%. So observed value 48, 45 ആണെങ്കിലും അത് it is just a chance observation. 50-50 ഇന്ന് വ്യത്യാസമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. This is called a binomial test. ഇത് ഒരു സാമ്പിൾ, ഒരു പ്രൊപ്പോർഷനിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സാർ, ഇത് ഏതിന്റെ പ്രൊപ്പോർഷൻ ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്? US non US. Okay. I'm just imagining, I mean, if you have a null hypothesis that 50% of cars in US are foreign, then you can test. Suppose your null hypothesis that is 75% is, and then you can alter your null hypothesis. അതനുസരിച്ച് നമ്മുടെ പ്രൊപ്പോർഷൻ മാറ്റാമല്ലോ. അപ്പോൾ അത് എന്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? താങ്ക് യു. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ക്രോസ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ട് വി ക്യാൻ യൂസ് ദ chi-square ആൻഡ് ഓൾ ദാറ്റ്. സോ അതിന് ആദ്യം തന്നെ നമ്മൾ ടേബിൾ കമാൻഡ് ഉപയോഗിക്കുന്നു. ടേബിൾ, അപ്പോൾ ഇതിൽ രണ്ട് ഒറിജിൻ എന്ന് പറയുന്നത് US ഓർ നോട്ട് എന്നുള്ളതാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ്. അപ്പോൾ US നോൺ US കാർസും തമ്മിൽ ടൈപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബാർ ചാർട്ട് വെച്ചിട്ട് നോക്കുന്നു. ബാർ ചാർട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോ USA ഇസ് ഡാർക്ക് ഷെയ്ഡ്, നോൺ US ലൈറ്റ് ഷെയ്ഡ്. ഇപ്പോൾ ഇത് ഏതായാലും പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഒക്കെ ഇരിക്കുന്നു. പക്ഷേ എക്സെപ്റ്റ് വൺ ടൈപ്പ് ഓഫ് കാർ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി US, ബാക്കി എല്ലാത്തിലും നോൺ US നല്ലോണം ഉണ്ട്. അപ്പോൾ നോ വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ഓർ നോട്ട്. അതിൻ്റെ ആദ്യം തന്നെ അതിന് പ്രൊപ്പോർഷൻ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. These are the percentages, 43, 56, compact. Large cars 100% US origin ആണ്. ബാക്കി എല്ലാത്തിലും കുറേ ഏകദേശം സ്മോൾ കാർസ് കൂടുതലും നോൺ US ആണ്. 2/3 of small cars are non-US, naturally, because Americans like big cars. So that is how the distribution goes. Now ഇത് നമ്മൾ ബാർ ചാർട്ട് നമ്മൾ കണ്ടു. Okay, now we know that there is some difference. We want to know whether it's a significant difference or not. അതിന് chi-square ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ chi-square കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ we get the chi-square and then the p value 0.015. ഇതിനൊരു വാർണിംഗ് തരുന്നുണ്ട്, ബിക്കോസ് അതിൽ ചിലതിലൊക്കെ 0 ഒക്കെ ഉള്ളതുകൊണ്ടാണ് chi-square അപ്രോക്സിമേഷൻ മേ ബി ഇൻകറക്റ്റ് എന്ന് അവർ കാണിക്കുന്നത്. 0 സെൽസ് ഉണ്ടെങ്കിൽ chi-square ചെയ്യരുതെന്നാണ്. വേറെ അതിന് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് ആ ടേബിളിൽ വേണമെങ്കിൽ ഒരു ചെറിയ നമ്പർ വേണമെങ്കിൽ ഇട്ട് നോക്കാം, 1 അരയൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ചില കാറ്റഗറീസിനെ കൊളാപ്സ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. സാധാരണ നിലയ്ക്ക്
ഇങ്ങനെ വെറുതെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു കൈ സ്ക്വയർ ഒക്കെ ധാരാളം മതി. അത് ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ടല്ല, അത്ര വലിയ ഒരു അക്യുറസിയുടെ ആവശ്യമില്ല. പക്ഷേ തിയററ്റിക്കലി ഇറ്റ് ഇസ് നോട്ട് supposed to be done. If you have less than 5 in one cell, the chi-square may not be the appropriate test. So this is a category test, the categorical variable തമ്മിലുള്ള association നോക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇനിയുള്ളത് എന്ന് പറയുന്നത് whether correlations and we look at continuous variables and how they are related to each other. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ മൈലേജും ഹോഴ്സ് പവറും ആയിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഇതിൽ ദാറ്റ് ഫസ്റ്റ് തിങ് വാട്ട് വി ഡു ഇസ് പ്ലോട്ടിൻ്റെ കമാൻഡ് വളരെ ഈസിയാണ്. പ്ലോട്ട് എന്ന് മാത്രം മതി. The x-axis is given as first and the y-axis should be given second. So that is how it is plotted. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ you get so these are the distribution of miles per gallon and depending on horsepower. So horsepower കൂടുന്തോറും mileage കുറഞ്ഞു വരും, of course naturally. So this is the so we can calculate correlation just core എന്നുള്ള command COR നോക്കിക്കഴിഞ്ഞാൽ we get minus 0.67. The minus indicates that it is inverse correlation. That is, as one variable goes up, the other will go down. പക്ഷേ വേറെ ഒരു കമാൻഡും കൂടെ ഉണ്ട്, കോർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡും കൂടെ ഉണ്ട്. കോർ ടെസ്റ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരും. The correlation coefficient is still the same, but it will also give you a 95% confidence interval on the correlation coefficient, and it will also give you a p-value on the correlation coefficient. അതായത് correlation coefficient നമുക്ക് കിട്ടിയത് ബൈ ചാൻസ് കിട്ടിയതാണോ അതോ ശരിക്കുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. So you can actually look at the core test variable, core test command also. So that means that there is a relationship. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ റിഗ്രഷൻ ലൈൻ ഇതിൻ്റെ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ റിലേറ്റ് ചെയ്തിട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ട് when we plot we also add a line. അതിനൊരു വേറെ ഒരു കമാൻഡാണ്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ abline LM stands for linear models, and you have to give the y upon the x, y separated by the tilde. ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ we get a line also. So a little more complicated command is. So this is a regression line. On the regression എന്താണെന്ന് നമുക്ക് regression സെഷനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So this is what we get. So if you want to look at the line which relates these two variables. Suppose there is no relationship, we expect the line to be a flat line, horizontal line. When it is going up, it means there is a slope going up, which is as x increases, the y also increases. Here, as the x increases, y is decreasing, and the degree of the way it is related is given by the slope of the line. So this is the general description of a single or simple linear regression. So this is what it shows. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. സപ്പോസ് യു വാണ്ട് ടു ലുക്ക് അറ്റ് മൾട്ടിപ്പിൾ വേരിയബിൾസ് ആൻഡ് ഹൗ ദേ റിലേറ്റ് ടു MPG. അതാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. അതിനാദ്യം നമ്മളത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷെ ഐ ജസ്റ്റ് ഷോ യു വൺ തിങ്. വി ക്യാൻ ആക്ച്വലി make a subset of some of these variables and put it in another data frame called subset data. ഇത്രയും ചെയ്താൽ മതി. subset the data frame or data set, select equals, പിന്നെ നമുക്ക് വേണ്ട വേരിയബിൾസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ you get another data, and then you can look at the subset data. You can just look at head എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 5 or 6 റോസ് മാത്രം തരും. So we have all these 1 2 3 4 5 variables which we have. അപ്പോൾ അതിൽ പേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്. പേഴ്സ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ വേരിയബിളും തമ്മിൽ അത് ക്രോസ് പ്ലോട്ട് ചെയ്യും. give you a picture of
how they are related to each other. അപ്പോൾ ഇതിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് MPG സിറ്റി MPG ഹൈവേ ഇത് രണ്ടും തമ്മിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MPG സിറ്റിയും വെയിറ്റും തമ്മിൽ ദിസ് ഇസ് പിക്ചർ. MPG സിറ്റിയും ഹോഴ്സ് പവറും ഇവിടെ. MPG സിറ്റി വിത്ത് ഒറിജിൻ ഇസ് എ ബൈനറി വേരിയബിൾ, അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് മാത്രം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മിറർ റിഫ്ലക്ഷനാണ് അപ്പർ ഡയഗണലിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വശത്തോട്ട് മാത്രം നോക്കിയാൽ മതി. ഈ ലൈൻ ഈ ഡയഗണൽ പോലെ പോകുന്നത് അതിൻ്റെ മുകളിലും താഴെ ഒരേ സാധനം തന്നെയാണ്, ഒരു മിറർ ഇമേജ് പോലെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ യു ജസ്റ്റ് വിച്ച് ഇസ് പുട്ട് ഓൺ ദ എക്സ് ആൻഡ് വൈ എന്നുള്ള അനുസരിച്ചാണ് ഈ വ്യത്യാസം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ രണ്ട് അപ്പോൾ എല്ലാ വേരിയബിളും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി യു ക്യാൻ യൂസ് ദ pairs command and then we could get this kind of a diagram. സോ ഇതാണ് നമ്മൾ അടുത്ത ലെവലിൽ വേണമെങ്കിൽ നമുക്ക് റിഗ്രഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഐ തിങ്ക് ദാറ്റ് വിൽ നീഡ് എ സെപ്പറേറ്റ് സെഷൻ, സോ ഐ വോണ്ട് ഗോ ഇൻ ടു ദാറ്റ്. സോ ദീസ് ആർ ദ യൂഷ്വൽ basic exploratory things that we do in basic statistics. So ഇതിൽ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിത്തിങ് മോർ ദാറ്റ് യു വാണ്ടഡ് ടു നോ? Okay, in the last part, I will talk about what are known as non-parametric tests. Non-parametric tests എന്ന് പറയുന്നത് റാങ്ക് ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചതെല്ലാം തന്നെ ഈ ഡാറ്റയുടെ ചില പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ സോ ദോസ് ആർ ദ തിങ്സ് വിച്ച് ഹെൽപ്പ് us to infer some of the things from the data. പക്ഷേ ചിലപ്പോൾ ചില ഡാറ്റ വളരെ ഡാറ്റ പോയിന്റ്സ്, വൺ ഓഫ് ദ സിറ്റുവേഷൻസ് ഇസ് വെൻ യു ഡോണ്ട് ഹാവ് ടു മെനി data points, just you have only 10 or 12 observations in each group. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ല എന്നൊക്കെയുള്ള അതൊന്നും നമുക്ക് ശരിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഡാറ്റ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ വരുന്നത് ഈ ചില ഫീൽഡുകളിലാണ്, പ്രത്യേകിച്ച് ഫോർ ഇൻസ്റ്റൻസ് ഏറ്റവും അധികം നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിച്ച് ഞാൻ കണ്ടേക്കുന്നത് സൈക്കോളജിസ്റ്റുകളാണ്. ബിക്കോസ് they don't deal with huge data sets. Of course ഇപ്പോൾ അതൊക്കെ മാറുന്നുണ്ട്, പക്ഷെ എന്നാലും സാധാരണ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു 5-6 പേര് അല്ലെങ്കിൽ 10 പേര് 12 പേര് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തുകൊണ്ട് നടത്തുന്ന ടെസ്റ്റുകളൊന്നും വാലിഡ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫാമിലി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ വന്നത്. നോൺ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ assumption about any distribution. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെ ഇക്വലൻസ് ഉണ്ട്. സോ ഇക്വലൻ്റ് ടു ദ ടി ടെസ്റ്റ് ഇൻ ദ നോൺ പാരാമെട്രിക് ഫാമിലി ഇസ് ദ വിൽകോക്സൺ ടെസ്റ്റ്. ചിലത് മാൻ വിറ്റ്നി എന്ന് പറഞ്ഞ് വേറെ ടെസ്റ്റ് ഉണ്ട്, രണ്ട് ഇക്വലൻ്റ് ആണ്. പക്ഷേ വാറിൽ ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് വിൽകോക്സൺ ടെസ്റ്റ് ആണ്. സോ അഗെയിൻ വി വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ സമ്മറി ഓഫ് ദിസ് വേരിയബിൾ കോൾഡ് പാസഞ്ചേഴ്സ്. എത്ര പാസഞ്ചേഴ്സിനെ കൊള്ളുന്നുള്ള, 2 മിനിമം 8 മാക്സിമം. സോ ഇതിൻ്റെ സപ്പോസ് നേരത്തെ നമ്മൾ 1 സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്തു ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ 4 പേര് ഉള്ള കാറാണ് ഏറ്റവും കോമൺ എന്നോ അങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തസിസ് നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ വിൽകോക്സൺ ടെസ്റ്റ് ടു ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് റിയലി different or not. So then it one sample test ചെയ്യുന്നത് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് എന്നുള്ളതാണ്. So it is p value is significant, which means actually it is the median is not 4, it is I think around 5. So definitely null hypothesis is rejected. Same thing you can do with the cars, the MPG also. Suppose you want to know whether it's mu is 20, that is the mean mileage is 20, we can just do the Wilcox test.
അപ്പോൾ 005 എന്ന് കിട്ടും. ഇത് സെയിം തിങ് തന്നെ നമുക്ക് we can do the t-test and see whether what is the difference between these two. നമ്മൾ നേരത്തെ കണ്ട ടെസ്റ്റ് ആണ്. സോ ഇതിൽ പി വാല്യൂ കുറേയും കൂടെ ലോവർ ആണ്. സോ (0.005) ആണ്. ടി ടെസ്റ്റിലാണെങ്കിൽ 0.001 ആണ്. സോ വിച്ച് മീൻസ് ടി ടെസ്റ്റ് ഉപയോഗിക്കാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് മോർ powerful. It can actually detect smaller differences. But if you think t-test is not applicable or not really the test to use, then we can use Wilcox test. So the non-parametric test is more robust in the sense it is not affected by any assumption, whereas the parametric test is more sensitive. It can actually detect സ്മോളർ ഡിഫറൻസസ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. പക്ഷെ സാധാരണ നമ്മൾ വലിയ നമ്പർ ആണെങ്കിൽ നോൺ പാരാമെട്രിക് യൂസ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു 10-15 ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടി ടെസ്റ്റും എല്ലാം ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ജസ്റ്റ് ഫോർ കംപ്ലീഷൻ സേക്ക് ഐ ആം ജസ്റ്റ് ഷോയിങ് യു ഓൾ ദിസ്. സോ ഇഫ് യു വാണ്ട് ടു കമ്പയർ ടു വേരിയബിൾസ്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട USA നോൺ USA, what is the median mileage? That's 20 and 22, and of course we have seen the box plot also, but if we can use the Wilcox test to compare these two, just like the t-test, that is use the tilde to separate the measured variable and the grouping variable, Wilcox dot test. So then it will compute Wilcoxon test, and there is a p-value difference significance of 0.03 p-value, so it is significant. അതിലൊരു വാർണിംഗ് വരുന്നുണ്ട്, cannot compute exact p-value with ties. ടൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റാങ്ക് ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ വരുന്നതിനാണ് ടൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ടൈസ് വരികയാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അവരൊരു വാർണിംഗ് തരുന്നത്. പക്ഷേ then it will adjust for the ties and use what is known as a continuity correction ഉപയോഗിച്ചുകൊണ്ടുള്ള Wilcoxon rank-sum ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ വി ക്യാൻ ബിലീവ് ദിസ്. ഒരു വാർണിംഗ് തന്നു എന്നുള്ളതുകൊണ്ട് തെറ്റാണെന്ന് അർത്ഥമില്ല. ഇറ്റ്സ് നോട്ട് എൻ എറർ മെസ്സേജ്, ഇറ്റ്സ് ഓൺലി എ വാർണിംഗ്. സോ ദ Wilcoxon W എന്ന് പറയുന്നതാണ് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇറ്റ് ഇസ് 809.5 എന്ന പി വാല്യൂ, അതിനനുസരിച്ചുള്ള പി വാല്യൂ 0.03 ആണ്. സോ ദിസ് ഇസ് ഹൗ യു ഡു ദ Wilcoxon ടെസ്റ്റ് വിച്ച് ഇസ് ഇക്വലന്റ് ടു ദ ടി ടെസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് മോർ ദാൻ 2 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ദറ്റ് ഈസ് equivalent to the one-way ANOVA. First you will look at the groups. That is, ഇതിപ്പോൾ 3 type of കാറുകളാണ്: 4-wheel drive, front-wheel drive, rear-wheel drive. So they are, the 4-wheel and rear-wheel seems to be close together, but front-wheel drive has a much higher mileage. ഇത് അതിൻ്റെ descriptive statistic ആണ്. So we can also look at the box plot. Box plot നോക്കുമ്പോൾ നമുക്കറിയാം front-wheel drive much higher than, and these two seem to be very similar. Rear wheel and 4-wheel drive, and 4-wheel drive is a very asymmetric distribution. So then ഇതിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്, the one-way ANOVA equivalent of non-parametric group of test is Kruskal-Wallis. അതിൻ്റെ test command is Kruskal.test. Kruskal-Wallis test, WALLIS എന്നുള്ളതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, Kruskal-Wallis test. And അതിൻ്റെ ടെസ്റ്റിൻ്റെ command is just Kruskal test. And when you do that, one-way ANOVA പോലെ തന്നെ അതിൻ്റെ command it is called rank sum test. അപ്പോൾ അത്, so then the p-value is given as 0.0003, which is very significant. ഇത് മൂന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഏത് തമ്മിലാണ് വ്യത്യാസപ്പെടുന്നത് അറിയാൻ നമുക്ക് again we have to do the pairwise test. The pairwise Wilcox test is same as the other thing.
pairwise t-test എന്ന് പറയുന്ന പോലെ pairwise Wilcox test cause, and here also you don't have to give the tilde, ഈ രണ്ട് ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി. And we can use a p-adjust method equals Bonferroni, and we will get the ഇതുപോലെ തന്നെ ഒരു ടേബിൾ കിട്ടും. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം ഫ്രണ്ട് വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവും തമ്മിൽ 0.19 ആണ് പി വാല്യൂ. ഇറ്റ്സ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. റെയർ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവും എന്തായാലും 1 ആണ്. സോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ്. ബട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവും റെയർ വീൽ ഡ്രൈവും തമ്മിൽ ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് 0.0. സോ ഹിയർ ഇസ് വേർ ഇസ് ദ ഡിഫറൻസ് among the three groups. It is actually the front wheel drive which is different from the other groups. So actually it is different only from the rear wheel drive. So that is where the difference comes. So this is the one comparison which is different. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഈ ബോൺഫെറോണി എന്നുള്ള കമാൻഡ് എടുത്ത് കളഞ്ഞിട്ട് റൺ ചെയ്താൽ then we get the other thing, that is home. ഹോം ആണെങ്കിലും വലിയ വ്യത്യാസമില്ല. കൺക്ലൂഷൻ ഡസൻറ്റ് ചേഞ്ച്. സോ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ. സോ basically it means that the differences between the front and rear wheel drives. So this is the non-parametric approximation of the one-way ANOVA with pairwise t-test. So these cover almost most of the commonly occurring statistical tests. അല്ലാതെ ഇനി ഏതെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വേറെ ഏതെങ്കിലും have you come across any test which you couldn't understand, or actually this is the end of the scripts which I have shared. ഒന്നുമില്ല. സാർ, ഒരു സംശയം എന്താ വെച്ചാൽ ഈ സ്റ്റഡി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ടെസ്റ്റുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സ്റ്റഡി ഡിസൈൻ ചെയ്യാൻ പറ്റുമോ, അതോ ഡാറ്റയുടെ സ്വഭാവം നോക്കിയിട്ടാണോ ഇതൊക്കെ തീരുമാനിക്കുക? ഐഡിയലി ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടല്ല, അത് കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് സാധാരണ സ്റ്റഡി ചെയ്യുമ്പോഴേ സ്റ്റാറ്റിസ്റ്റിക്സിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഞാൻ എൻ്റെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ ഡാറ്റ എല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലോട്ട് വരും, സാറേ ഇതൊന്ന് ചെയ്തു തരാമെന്ന് പറയും. അപ്പോൾ അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് സാധാരണ നടക്കുന്നത്. ഐഡിയലി ആസ് യു സേ യു ഹാവ് ടു പ്ലാൻ വിത്ത് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ഓർ യു ഷുഡ് നോ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. രണ്ടായാലും മതി. ഒന്നുമില്ല സ്റ്റാറ്റിസ്റ്റീഷ്യനെ ഇപ്പോൾ നമ്മൾ വെല്ലൂരൊക്കെ ഉള്ള വെല്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ അവർക്കൊരു ഭയങ്കര സ്ട്രോങ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ റൂളുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് അവരുടെ റൂള്. നിങ്ങൾക്ക് അത് ഞങ്ങളെ ആദ്യമേ വേണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ബട്ട് ഇഫ് യു വാണ്ട് അവർ ഹെൽപ്പ് യു ഷുഡ് കൺസൾട്ട് ഫ്രം വെൻ യു പ്ലാൻ ദ സ്റ്റഡി. അതാണ് ശരിക്കുള്ള അപ്രോച്ച്. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും അത് നടക്കാറില്ല. അത്രേ ഉള്ളൂ. ഐഡിയലി പൈലറ്റ് സ്റ്റഡി നടത്തി കൃത്യമായി ഇത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം. അതൊക്കെയാണ് ഇപ്പോൾ ഒരു PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലേ അത് ശരിയാവുള്ളൂ. പക്ഷെ പലപ്പോഴും അത്രയ്ക്കൊന്നും പോകാറില്ല നമ്മുടെ ആൾക്കാർ. ഒന്നാമത് സത്യം പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻസിന്റെ അവൈലബിലിറ്റി കുറവാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ അത്ര എളുപ്പമൊന്നും അങ്ങനെ ആളുകളെ കിട്ടും. ഇപ്പൊ കുറച്ച് ഭേദമാണ്, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പ്രാക്ടീസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇത് അറിയാവുന്ന, അതായത് ഒരു ശരിക്കും റിയൽ ഡാറ്റയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ. അതെ അതെ അതെ, എക്സാക്ട്ലി. അതാണ് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ പഴയ സിലബസ് ആണെങ്കിൽ ഒരുപാട് തിയറിയാണ്, ഭയങ്കരമായിട്ട് തിയറി പഠിക്കുക. അവർ ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കും. പക്ഷേ ഹാൻഡ്സ് ഓൺ ഡാറ്റ, ഇൻഫാക്ട് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ ആരെയും കുറ്റം പറയല്ല, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞാണ്, കുറെ കാലം മുമ്പ് വരെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ there people who were against computers. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളൊക്കെയാണ് അവിടെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. there are even courses ഇപ്പോൾ പാലായിലൊക്കെ MSc അതൊക്കെ ബയോസ്റ്റാറ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല അമൃതയിലുണ്ടെന്ന് തോന്നുന്നു. സോ there are people who know a lot of stuff. ഇതുപോലെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഇപ്പം ഫോറിനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ
ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്ര പേരാണ്, ഒരു 10-50 പേര് അവിടെ തന്നെ കാണും. അപ്പോൾ അതിനൊരാളെ കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമില്ല. നമ്മുടെ ഇവിടെ മരുന്നിനോ അവിടെ ഇവിടെ ഓരോരുത്തരും. പിന്നെ കുറേ പേരുണ്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ അവരൊക്കെ ഗവൺമെന്റിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുകയാണ്. പലരും മിനിസ്ട്രിയിലും ഇപ്പോൾ സെൻട്രൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലും പിന്നെ നാഷണൽ പ്രൈവറ്റ് സെക്ടറിൽ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ ട്രയൽ ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ നല്ല കാശാണ്. അതുകൊണ്ട് ഒരുപാട് പേര് അങ്ങോട്ട് പോകും. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഡിമാൻഡാണ്. അവർ നല്ല ശമ്പളം കൊടുത്ത് യൂസ് ദം. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ആക്സസ് കുറവാണ്, അതാണ് പ്രശ്നം. പണ്ട് മുതല് നമ്മുടെ മാർക്കിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളായിരുന്നല്ലോ പണ്ട് മുതലേ. അപ്പൊ ഞാനും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചതാണ്. പ്രാക്ടിക്കലി ഇതൊന്നും